KL Rahul version 2. രാഹുല് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു കണക്ക് പുസ്തകവുമായിട്ടാണ്. തനിക്ക് കണക്ക് തീർക്കാനുള്ളതെല്ലാം ടിക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ. ഇതിനു മുമ്പുള്ള ഡൽഹിയുടെ RCBയുമായിട്ടുള്ള കളിയില് രാഹുലിന്റെ ഒരു കണക്ക് തീർക്കൽ നമ്മൾ കണ്ടതാണ്. IPL മെഗാ ഓപ്ഷനില് രാഹുലിന് വേണ്ടി RCB ബിഡ് ചെയ്യുമെന്ന് രാഹുൽ കരുതിയിരുന്നു. ശരിക്കും പറഞ്ഞ RCB കൊടുത്ത വാക്കായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബിഡിംഗ് ഉണ്ടായില്ല. അതിനുള്ള മറുപടിയാണ് RCBയുടെ മേലെയുള്ള ഡൽഹിയുടെ വിജയം. അന്നത്തെയും വിജയശില്പി രാഹുൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു കാന്താര സെലിബ്രേഷൻ നടത്തി. ക്രീസില് ബാറ്റ് കൊണ്ട് വട്ടം വരച്ച് അവിടെ ബാറ്റ് കുത്തി ഇത് എന്റെ ഹോം ഗ്രൗണ്ട് ആണെന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു കോളത്തിൽ ടിക്ക് വീണു. അത് RCB മാനേജ്മെന്റിനുള്ള ഡയറക്റ്റ് മെസ്സേജ് ആയിരുന്നു. രണ്ടാമത് ടിക്ക് വീണത് കെവിൻ പീറ്റേഴ്സിന്റെ കോളത്തിനാണ്. കെവിൻ പീറ്റേഴ്സൺ പണ്ട് രാഹുലിനെ കുറിച്ച് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. KL രാഹുലിന്റെ ബാറ്റിംഗ് കാണുന്നതും ചുവരിൽ ഒരു പെയിന്റിംഗ് ഉണങ്ങുന്നത് നോക്കിയിരിക്കുന്നതും ഒരുപോലെയാണ്. ഇപ്പോൾ ഡൽഹിയുടെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫായ കെവിൻ പീറ്റേഴ്സൺ ഇത്തവണ തങ്ങളുടെ വിജയത്തിൽ രാഹുലിനെ പ്രശംസിക്കുമ്പോൾ രാഹുൽ കൊടുത്ത മറുപടിയുണ്ട്. When he bats, it's very, very different. It was an absolute pleasure to watch this guy participate and walk out there and show everybody what he can do. Incredible, brilliant, and we are 3 from 3. Thank you. Yeah, it's better than watching the paint on the wall dry. Exactly. That was your tweet about me one day. So, yeah. ഇത് രണ്ടും രാഹുലിന്റെ ലൈഫിലെ ചെറിയ വില്ലന്മാർ. ഇനിയും വരുന്നു മെയിൻ വില്ലൻ, ലക്നൌവിന്റെ ഓണർ സഞ്ജീവ് ഗോയങ്ക. 3-4 സീസണുകളിൽ ലക്നൌവിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന നമ്മുടെ രാഹുലിനെ തെറി വിളിച്ച് പബ്ലിക്കായിട്ട് നാണം കെടുത്തിവിട്ട അതേ ഹോം ഗ്രൗണ്ടിൽ തിരിച്ച് മറ്റൊരു ടീമിന്റെ നെടുംതൂണായി വന്ന് അവരെ വിജയിപ്പിച്ച് തന്റെ മുൻ മാനേജ്മെന്റിന്റെ മുമ്പില് നെഞ്ചു വിരിച്ച് അവന്റെ തിരിച്ചുവരവായിരുന്നു ഇന്നലത്തെ കളി. ഈ ഒരു പകരം വീട്ടൽ എല്ലാ IPL പ്രേമികളും ആഗ്രഹിച്ചിരുന്നതാണ്. This is what happened जब KL राहुल संजीव गोयनका से मिले रन बनाने के बाद लखनऊ में. അന്ന് രാഹുലിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഇന്ന് അതുപോലെ തന്നെ രാഹുൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. ലക്നൌവിന്റെ ഓണർക്ക് കുശലാന്വേഷണം നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് അത് കേൾക്കാൻ സമയമില്ലായിരുന്നു. ഇനിയും രാഹുലിന്റെ കണക്ക് പുസ്തകത്തിൽ ആർക്കൊക്കെ വേണ്ടിയുള്ള കണക്കുകൾ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല.